ഹലോ ഹായ് അസ്സലാമു അലൈക്കും. അപ്പോൾ എന്തൊക്കെയുണ്ട് എല്ലാവരും വർത്താനം? എല്ലാവരും സുഖത്തിലും റാഹത്തിലൊക്കെ തന്നെയല്ലേ? അപ്പോൾ ഇന്നൊരു ഡേ ഇൻ മൈ ലൈഫാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ ഡേ ഇൻ മൈ ലൈഫ് എന്ന് പറയുമ്പോൾ രാവിലെ തന്നെ നമ്മൾ റീനും റിഫും മദ്രസക്ക് അങ്ങോട്ട് പോവുകയാണ് കേട്ടോ. ബാവുട്ടി ഇന്ന് രാവിലെ ഇവിടെ ഇല്ല കേട്ടോ, വേറെ വഴിക്ക് പോയിക്കാണ് സുബഹിക്ക് നീച്ചാണ്ട്. അപ്പോൾ പിന്നെ എന്നും രാവിലെ ബാവുട്ടിയാണ് കേട്ടോ കൊണ്ടാക്കി കൊടുക്കല്. അപ്പോൾ ഇന്ന് ബാവുട്ടി ഇല്ലാത്തതുകൊണ്ട് ഒരു നടന്ന് അങ്ങോട്ട് പോവുകയാണ്. രാവിലെ എന്ന് പറഞ്ഞാൽ ഒരു 6 മണിയൊക്കെ ആകുമ്പോഴത്തേനും അവരെ മദ്രസയിലെത്തണം. 6 മണിക്കാണ് മദ്രസ തുടങ്ങുക. അപ്പോൾ ഒരു 5:45 ഇവിടെ നിന്ന് ഇറങ്ങണം. എന്നാലേ 6 മണിയൊക്കെ ആകുമ്പോഴത്തേന് ഒരു 10-15 മിനിറ്റ് നടക്കാനുണ്ട് കേട്ടോ. അങ്ങനെ റിനും റിഫും രാവിലക്കത്തെ ലഘുകടിയും ചായയും കുടിച്ചിട്ടാണ് കേട്ടോ പോയത്. പിന്നെയാണ് ഞാൻ ദോശയൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരുങ്ങുന്നത്. അപ്പോൾ ദോശ എന്ന് പറയുമ്പോൾ നമ്മളെ മുട്ടയും പാലും മൈദൊക്കെ ഇട്ട് അടിച്ചിട്ട് ഇങ്ങനെ ഒരു ദോശ ഉണ്ടാക്കുകയാണ് കേട്ടോ. അതിക്ക് പിന്നെ ഇനിയിപ്പോൾ അതിൻ്റെ നെറുക്കുടമാണെങ്കിൽ കുറച്ച് കുരുമുളക് പൊടി ഉണ്ടല്ലോ, അതങ്ങൾ വിതറി കൊടുക്കും ചെയ്യുക. കുറച്ച് മല്ലിച്ചപ്പൊക്കെ ഉണ്ടെങ്കിൽ അത് കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ പിന്നെ കറിൻ്റെ ഒരു ആവശ്യം ഉണ്ടാവില്ല. ഇങ്ങനെ അച്ചക്കാണ് തിന്നാൽ തന്നെ നല്ല രസം ഉണ്ടാവും കേട്ടോ ഈ മുട്ട ദോശ. പിന്നെ കുട്ടികൾക്കുമാണെങ്കിൽ ഇത് ആദ്യം അടിച്ചെടുക്കുന്ന സമയത്ത് കുറച്ച് പഞ്ചസാര ഇട്ടാണ് ഒന്ന് അങ്ങോട്ട് അടിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ ഒന്നും കൂടി ഒരു ഇഷ്ടീകാരം. അപ്പോൾ അത് അങ്ങനെ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. 2 വിധത്തിലും ഞാൻ അങ്ങോട്ട് ഉണ്ടാക്കിയെടുക്കുന്നുണ്ട്. ഇനിയിപ്പോൾ ഇത് വേഗം ഞാൻ അങ്ങോട്ട് ചുട്ടെടുക്കട്ടെ. എന്നിട്ട് വേണം നമ്മളെ ഹിസുക്കുട്ടീനെ വിളിച്ചുണർത്തിയാണ് പല്ല് തേപ്പിക്കലും ചായ കൊടുക്കലും കുപ്പായിട്ട് കൊടുക്കലൊക്കെ കഴിഞ്ഞിട്ട് അവളെ മദ്രസക്ക് അങ്ങോട്ട് പറഞ്ഞേക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ വേഗം അങ്ങോട്ട് അപ്പൊക്കെ ചുട്ടെടുക്കാണ് കേട്ടോ. അപ്പം ചുടുന്നതിൻ്റെ ഇടയിൽ കൂടെ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പോയാണ്ട് വിളിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ പിന്നെ അവിടെ ഇങ്ങനെ കിടക്കുകയാണ്. പിന്നെ ഏതായാലും ചുട്ട് കഴിയട്ടെ, എന്നിട്ട് വേണം ശരിക്കൊന്ന് പോയി വിളിച്ചുണർത്തിയിട്ട് പല്ലൊക്കെ തേച്ച് കൊടുത്ത് ചായയൊക്കെ കൊടുത്താണ് അവിടെ പറഞ്ഞേക്കാൻ വേണ്ടിയിട്ട് ഒരുങ്ങട്ടെ. അങ്ങനെ ഇതാ നമ്മളെ ഹിസുക്കുട്ടീനെ മദ്രസക്ക് പറഞ്ഞേക്കാൻ വേണ്ടി മാറ്റലും ഒരിക്കലും പല്ലേക്കലും ചായ കൂടിയൊക്കെ കഴിഞ്ഞാണ്ട് ഇതാ ഓളിവിടെ ഇങ്ങനെ നമ്മളെ അയലോക്കത്തെ കുട്ടികളിങ്ങനെ കാത്തിങ്ങനെ ഇവിടെ നിൽക്കാനുണ്ട്. അപ്പോൾ കണ്ടില്ല നിങ്ങൾ ഓൾ അവിടേക്ക് ഇങ്ങനെ നോക്കി ഇങ്ങനെ നിൽക്കുന്നത്. അവിടുത്തെ കുട്ടികൾ ഇങ്ങനെ വരുന്നുണ്ടോ നോക്കി, ആ റോട്ടുമ്പോൾ കൂടെ ഇങ്ങനെ വരുന്നുണ്ടോ നോക്കി ഇങ്ങനെ നിൽക്കാനിട്ട് ഓര് വരുമ്പോൾ ഓലപ്പം അങ്ങോട്ട് പോകാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഇതാ നമ്മളെ ഹിസുക്കുട്ടി മദ്രസക്ക് അങ്ങോട്ട് പോയി. പിന്നെ ഇതാ നമുക്ക് വിരുന്നാരൊക്കെ വന്നിട്ട് അങ്ങനെ കുട്ടികളൊക്കെ വന്നിന്. ഓല് അറിയാതെയും പറയാതെയാണ് വന്നതാണ്. അപ്പം ഞാനുള്ള ബേക്കറിയും ചായ കണ്ടെടുത്ത് കൊടുത്ത് കുറേ തിന്നാനും കുടിച്ചാനല്ലേ വന്നത്, നമ്മളെ കാണാൻ വന്നതാണ്, പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മളെ പെരേക്ക് വരുമ്പോൾ നമുക്ക് എന്തെങ്കിലുമൊക്കെ ഒരു വെള്ളം കൊടുക്കണ്ടേ. അപ്പോൾ ബേക്കറി ഉണ്ടായിന്, അപ്പോൾ അത് അങ്ങോട്ട് എടുത്ത് വെച്ച് കൊടുത്ത് ഓലൊക്കെ ചായ കുടിച്ച് പിന്നെ കുറച്ച് നേരമൊക്കെ അവിടെ നിന്നതിന് ശേഷം പിന്നെ ഓല അങ്ങോട്ട് പോവുകയും ചെയ്ത്. അപ്പോഴത്തിന് പിന്നെ നമ്മളെ റിനും റിഫൊക്കെ ഒരു 7 ആകുമ്പോഴത്തേന് മദ്രസ ഇട്ട് വരും കേട്ടോ. ഇന്ന് പിന്നെ സ്കൂളില്ലാത്തതുകൊണ്ട് മദ്രസ മാത്രമേ ഉള്ളൂ. ശനി ഞായറും സ്കൂൾ ഉണ്ടാവില്ലല്ലോ. അപ്പോൾ ഒരു സ്കൂൾ മദ്രസ വന്നാണ് ചായയുടെയൊക്കെ കഴിഞ്ഞാണ്. പിന്നെ ഒരു ബീട്രൂട്ട് ഉപ്പിലിട്ട് വെച്ചിന് ഞാൻ, അതൊക്കെ തിന്നാൻ വേണ്ടിയിട്ട് ഒരുങ്ങാനുണ്ട്. സ്കൂളൊന്നും ഇല്ല, ഇന്ന് വൈകുന്നേരം ആവോളും ഇതൊക്കെ തന്നെ ഈ കാരം പണി. അല്ലാതെ ചോറും കഞ്ഞൊന്നും വല്ലാതൊന്നും വേണ്ടിയില്ല. സ്കൂളില്ലെങ്കിൽ ഇങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അങ്ങനെ തിന്നോളും. അപ്പോൾ ബീട്രൂട്ട് ഉപ്പിലിട്ട് ഏകദേശം കഴിയാനായിരുന്നു. അപ്പോൾ മരത്തുമ്പിന് കുറേ കർമൂസൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ കർമൂസ നമുക്ക് ഉപ്പിലിടാന്നൊക്കെ പറഞ്ഞാണ്ട് ഓല് കുത്തിയാണ്ട് ചാടിച്ചാണ്ട് അങ്ങനെ ചെത്താനും അത് ഉപ്പിലിടാൻ വേണ്ടിയിട്ട് അങ്ങോട്ട് ഒരുങ്ങണം. അപ്പോൾ ഞാൻ തിരുമ്പാൻ വേണ്ടിയിട്ട് ഇതാ ലിക്വിഡൊക്കെ എടുത്താണ് ഞാൻ അങ്ങോട്ട് ഇറങ്ങാണ് കേട്ടോ. അപ്പോൾ ഞാൻ തിരുമ്പാൻ വേണ്ടിയിട്ട് അങ്ങോട്ട് ഇറങ്ങട്ടെ. ഒരു അവിടെ കർമൂസൊക്കെ ഇങ്ങനെ തോരൊക്കെ ചെത്തിയാണ്ട് ഒരുങ്ങനെ അത് ഉപ്പിലിടാൻ വേണ്ടിയിട്ട് അങ്ങോട്ട് ഒരുങ്ങാണ് കേട്ടോ. അപ്പോൾ ഇന്ന് സ്കൂളൊന്നും ഇല്ലല്ലോ. മദ്രസയിട്ട് വന്നതിന് ശേഷം പിന്നെ ഇങ്ങനത്തെ ഓരോ കലാപരിപാടികളൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ പോലും മുറ്റടിച്ച് തരാനും അകടിച്ചേരി തൊടുക്കാനും അകടിച്ച് തരാനൊക്കെ ഓലും അങ്ങോട്ട് ഇറങ്ങും കേട്ടോ. ഞാൻ ഏതായാലും പാത്രമൊക്കെ മോറി വെച്ച് ചാടിയൊക്കെ കഴിഞ്ഞാണ്ട് പാത്രമൊക്കെ മോറി വെച്ചാണ് ഇനി തിരുമ്പാൻ വേണ്ടിയിട്ട് അവിടെ ഇറങ്ങാൻ. തിരുമ്പലൊക്കെ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഉച്ചയായിട്ടുണ്ടെങ്കിൽ മഴയൊക്കെ അപ്പോൾ ഏകദേശമൊക്കെ ഒന്ന് ഉണങ്ങി കിട്ടുകയും ചെയ്തോളൂ വിചാരിച്ചിട്ട് തിരുമ്പാൻ വേണ്ടിയിട്ട് അങ്ങോട്ട് ഇറങ്ങാൻ കേട്ടോ. ചോറ് അവിടെ ആയിക്കണമെങ്കിൽ ചോർക്ക് കൂട്ടാണ്ടാക്കണം. അപ്പോൾ ചോർക്ക് കൂട്ടാണ്ടാക്കാൻ സാധനങ്ങളൊന്നും കിട്ടിയിട്ടില്ല. ബോട്ടിഞ്ഞ് വരുമ്പോൾ കൊണ്ടുവന്നിട്ടൊക്കെ വേണം കേട്ടോ. അപ്പോൾ ഞാൻ എന്തെങ്കിലും കൊണ്ടുവരാണെങ്കിൽ അപ്പം ഉണ്ടാക്കാം. അപ്പോൾ ഞാൻ വെണ്ടയ്ക്കും തക്കാളിയൊക്കെ പാടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വെണ്ടയ്ക്ക കൊണ്ടൊക്കെ ഒരു ഉപ്പേരി ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ വല്ലാതെ വെള്ളം വെച്ചാണെങ്കിൽ അതങ്ങനെ തിന്നും ചെയ്യല്ലോ. കർമ്മൂസൊക്കെ ഉണ്ട് മേത്തുമ്പോൾ ഇനിയിപ്പോൾ താളിച്ച് എന്തെങ്കിലും കുത്തിച്ചാടിച്ചാൽ നമുക്ക് കർമ്മൂസ കറി തേങ്ങ അരച്ച് വെക്കുക എന്തെങ്കിലുമൊക്കെ ചെയ്യാം. അപ്പോൾ ഞാൻ വെണ്ടയ്ക്ക കണ്ടപ്പോൾ വെണ്ടയ്ക്ക പിന്നെ ഞങ്ങൾ കിടന്ന് പോകും, അവിടെ ഫ്രിഡ്ജിൽ അങ്ങനെ കിടക്കാമെന്നല്ലാതെ പിന്നെ തിന്നൂല. അപ്പോൾ വിചാരിച്ചാണ് ഞാൻ ഉപ്പേരി വെച്ചാലൊക്കെ വച്ചായിക്കൊള്ളെന്ന് വിചാരിച്ചാണ് ഉപ്പേരി വെക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് റെഡിയാക്കി എടുത്തിട്ട്. അപ്പോൾ അത് വെണ്ടയ്ക്ക ഞാൻ അരിഞ്ഞെടുത്തിട്ട് ചെറുതാക്കിക്കാണ്ട് പിന്നെ സവാള ഞാൻ അരിഞ്ഞെടുത്തിട്ട് തക്കാളി പച്ചമുളക് പിന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ഞാൻ ഈ കല്ലിലിട്ടാണ്ടൊന്നും അങ്ങോട്ട് ചതച്ചെടുക്കട്ടെ. എന്നിട്ട് വേണം നമുക്കത് ഉപ്പേരി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരുങ്ങാൻ. അതിൻ്റെ തിരുമ്പലും പൊടിയൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് കേട്ടോ പിന്നെ ഞാൻ ഈ അടുക്കളയ്ക്കോട് വരുന്നത്. അപ്പോൾ ഏതായാലും മക്കളെ ഞാൻ ഈ വെണ്ടക്കുപ്പേരി അങ്ങോട്ട് ഉണ്ടാക്കട്ടെ. അതാ ചട്ടി ഞാൻ ഗ്യാസുമ്മൽ തന്നെ അടുപ്പത്തൊക്കെ അവിടെ വെച്ചേക്കാണ് കേട്ടോ. അടുപ്പത്തൊന്നുമില്ല, അടുപ്പത്തോടെ ചോറൊക്കെ രാവിലെ ഞാൻ വെന്തൂറ്റി അവിടെ വെച്ചാണ് മൂടി വെച്ചങ്ങൾ കണ്ടില്ല. ഇനിയിപ്പോൾ ഐറ്റങ്ങനെ തിരിച്ച് പിടിപ്പിച്ചാലൊന്നും ആവില്ലാന്ന് വിചാരിച്ചാണ് ഗ്യാസുമൊക്കെ വേഗം വെച്ചാണ് ഞാൻ ഉപ്പേരി അങ്ങോട്ട് ഉണ്ടാക്കട്ടെ. തിരുമ്പലും കൂടെയൊക്കെ കഴിഞ്ഞപ്പോൾ നമുക്ക് വളരെ ഇല്ലാത്തൊരു പൈപ്പ് വെക്കല്ലേ, രാവിലെ ചായ അടിച്ചതല്ല. അപ്പോൾ വേഗം ഉപ്പേരി ഉണ്ടാക്കുകയാണെങ്കിൽ ഇപ്പോൾ ബോട്ടി എപ്പോഴാണ് വരുന്നത് അറിയില്ല. ബോട്ടി വരുമ്പോൾ മീനത്തെയും കൊണ്ടാണെങ്കിൽ അപ്പത്തേയും കാട്ടിയിട്ട് പൊരിച്ച് കറിയൊക്കെ എന്തെങ്കിലുമൊക്കെ ചെയ്യാമെന്നൊക്കെ വിചാരിച്ചിങ്ങനെ നിൽക്കാൻ കേട്ടോ. അപ്പോൾ ചട്ടിക്ക് ഞാൻ എണ്ണ അവിടെ ഒഴിച്ച് കൊടുത്തിട്ട് ഞാൻ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്താണ്ട് ഞാൻ കടക് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു 4-5 ഇല കറിവേപ്പിൻ്റെ ഇല ഇട്ട് കൊടുത്തിട്ട് പിന്നെ 2 വറ്റൽമുളക് മുറിച്ചാണ്ട് അയക്കാണ്ട് ഇട്ട് കൊടുത്താണ്ട് ഒന്ന് അങ്ങോട്ട് വഴറ്റിയെടുത്തിട്ട് മണഞ്ഞ ഉള്ളിയൊക്കെ പാടിട്ടാണെന്ന് വഴറ്റിയെടുത്താണ്ട് നമുക്ക് ഉപ്പേരി അങ്ങോട്ട് ഉണ്ടാക്കാൻ. അങ്ങനെ കടകും കറിവേപ്പിൻ്റെയും വറ്റൽമുളക് ഒന്നങ്ങോട്ട് വഴറ്റിയെടുത്തതിന് ശേഷം പിന്നെ ഞാൻ ഇഞ്ചി വെളുത്തുള്ളി ഞാൻ ചതച്ചെടുത്തിനല്ലോ അത് ഇതിൽ കണ്ടിട്ട് കൊടുത്താണ് ഒന്നങ്ങോട്ട് അതിൻ്റെ പച്ചച്ചായൊക്കെ ഒന്നാണ് മാറ്റിയെടുക്കാൻ കേട്ടോ.
എന്നിട്ട് ഇതാദ്യക്ക് നമുക്ക് സവാള ഇട്ട് കൊടുക്കുക. ഈ സവാളക്ക് പണ്ടൊക്കെ ഞാൻ ബോംബായുള്ളി എന്നൊക്കെ പറയലുണ്ടെങ്കിൽ ഇപ്പം അതൊന്നും പറഞ്ഞ കേൾക്കലില്ലേ. പണ്ടൊക്കെ ബോംബായുള്ളി എന്ന് ഞാൻ പറഞ്ഞത് ഞാൻ ഇതിന് തന്നെ കേട്ടില്ല. നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടാക്കിയെങ്കിലും ഇപ്പം അധികാരം ഇതിന് ബോംബായുള്ളി എന്നൊന്നും പറഞ്ഞ കേൾക്കലില്ല കേട്ടോ. അതുകൊണ്ടാണ് കേട്ടോ ചോദിക്കുന്നത്. നമ്മളിനി പുറത്ത് ഇറങ്ങിയിട്ട് എടുക്കും പോകേറ്റ് കേക്കേറ്റാണ് അതും പറയാൻ പറ്റില്ല. പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ ചെറിയ കുട്ടികളെ അപ്പുറത്തും ഇപ്പുറത്തും ഓടി ഇവിടെയൊക്കെ അല്ലേ കാര്യം. ഇന്നിപ്പോൾ അതേമാതിരിക്കൊന്നുമില്ലല്ലോ. സവാളക്ക് ബോംബായുള്ളി എന്ന് പറഞ്ഞ് കേട്ടോലൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ഇടുക കേട്ടോ. അങ്ങനെ സവാള ഒന്നാണ് വഴറ്റിയെടുത്തതിന് ശേഷം പിന്നെ ഞാൻ ലേശം മഞ്ഞൾപ്പൊടി അങ്ങനെ ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ലേശം മുളകും പൊടിയായിട്ട് ഇട്ട് കൊടുത്തത്. ഇതൊക്കെ ഞാൻ എൻ്റെ വട്ടത്തിനും ഭാഗത്തിനൊക്കെ ഇട്ട് കൊടുക്കുകയാണ്. അല്ലാതെ ഇപ്പോഴത്തെ ഓരോ സ്പൂൺ 2 സ്പൂണൊന്നും പറയാൻ എന്നോട് കഴിയില്ല. ഞാനൊക്കെ പറഞ്ഞാൽ ആ മട്ടത്തിനും കണക്കോലൊക്കെ അങ്ങനെ ഉണ്ടാക്കലാണ്. എല്ലാവരും അതേപോലെയൊക്കെ തന്നെക്കാറില്ല. പിന്നെ വലിയ പാചകക്കാരൊക്കെ ഉണ്ടാകുമ്പോൾ ഓലല്ലേ ഇപ്പോൾ ആ ടീസ്പൂൺ ഈ ടീസ്പൂൺ എന്നൊക്കെ പറഞ്ഞാണ് അങ്ങനെ ഉണ്ടാക്കൽ. നമ്മളങ്ങനെ ഒന്നുമില്ല. നമ്മൾ സാധാ വീട്ടമ്മമാരല്ലേ. അതൊക്കെ കഴിഞ്ഞാൽ പിന്നെ ഞാൻ തക്കാളിയും പച്ചമുളകും ഒക്കെ അയക്കാണ്ട് ഇട്ട് കൊടുത്താണെന്ന് അങ്ങോട്ട് വഴച്ചെടുക്കാൻ വേണ്ടിയിട്ട് അങ്ങോട്ട് ഒരുങ്ങാനിട്ടോ. പിന്നെ നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻസ് എന്നൊക്കെ പറയുന്ന പോലെ അതേപോലെ തന്നെ മെയിൻ ഇൻഗ്രീഡിയൻസ് ആയ നമ്മൾ വെണ്ടയ്ക്കും കൂടി ഇതിക്കാണ് ഇട്ട് കൊടുത്തിട്ട് കേട്ടോ. ഇങ്ങനെയൊക്കെയാണ് മക്കളെ നമുക്ക് പറയാൻ കഴിയുള്ളൂ. ഇതിലേറൊന്നും നമുക്ക് പറയാൻ കഴിയില്ല. അപ്പോൾ അതൊക്കെ പാടാണ് ഇട്ട് കൊടുത്താണ് നല്ലോണം അത് വഴറ്റിയെടുത്താണ്. കുറച്ച് സമയം നമുക്ക് മൂടിയത് വെക്കാം. വെള്ളമൊന്നും പറഞ്ഞു കൊടുക്കണ്ട. വെള്ളം അതിൽ തന്നെ ഉണ്ടായിക്കോളും. ആ തക്കാളിത്തെ വെള്ളമൊക്കെ പാടെ വെണ്ടയ്ക്കൊക്കെ വെള്ളക്കായി വരുമല്ലോ. അപ്പോൾ അത് ഉണ്ടായിക്കോളും. എങ്ങനെയാണ് ഇതിനൊക്കെ പറയാൻ നിങ്ങൾക്ക് പറയാൻ പൊടിയാടില്ല. ഇതാണ് മൂടി വെക്കാൻ. കുറച്ച് സമയമാകുമ്പോഴത്തേന് ആ സമയം എത്ര കണക്ക് മട്ടൊന്നും എനിക്കറിയില്ല. ഞാനൊരു സമയം കണ്ടെത്തും. ആ സമയത്തിനാണ് മൂടി തുറന്നിട്ടുണ്ടെങ്കിൽ അപ്പോൾ അത് വേവും ചെയ്യും. അങ്ങനെയൊക്കെയാണ് കേട്ടോ ഞാൻ അങ്ങോട്ട് തുറന്നു കൊടുക്കൽ. അപ്പോൾ അതാ അതിൻ്റെ മട്ടത്തിനനുസരിച്ചുള്ള സമയമായിക്കണ്. അപ്പോൾ അതാ ഞാൻ വെണ്ടക്കുപ്പേരൊക്കെ തുറന്നു നോക്കിയപ്പോൾ നല്ല ഉഷാറായിട്ട് വെന്ത് കിട്ടിയിരുന്നു കേട്ടോ. അപ്പോൾ അതാ വെണ്ടക്കുപ്പേര് കണ്ടില്ലെങ്കിൽ. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് മക്കളെ നമ്മൾ വെണ്ടക്കുപ്പേര് ഉണ്ടാക്കല്. അപ്പോൾ അതാ പുറത്തൊക്കെ നോക്കിയപ്പോൾ നല്ല വെയിലറച്ചിട്ടുണ്ട്. അപ്പോൾ തിരുമ്പിയതൊക്കെ നല്ലോണം ഉണങ്ങലൊടുങ്ങിയിരിക്കണം. രാവിലെ തിരുമ്പിട്ടതല്ലേ. ഇപ്പോൾ കുറച്ച് കഴിഞ്ഞാൽ മഴ അയക്കാറും വൈകുന്നേരം ആയാൽ ചിലപ്പോൾ മഴ അയക്കാറില്ല. ചിലപ്പോൾ രാവിലെ തൊട്ട് വൈകുന്നേരം ഓളും മഴ. ഇന്നിപ്പോൾ നല്ല വെയിലാണ് കേട്ടോ. അങ്ങനെ ഉച്ചയായപ്പോഴും ഇപ്പച്ചിനെ കാണാനില്ല കേട്ടോ. അപ്പോൾ പിന്നെ വണ്ടിയും കൊണ്ട് പോയതല്ല, ഓട്ടോറിക്ഷയിൽ അതിൽ ഇതിലൊക്കെ പോണതല്ല. അപ്പം നിങ്ങൾക്ക് വിളിച്ച് പറഞ്ഞു മീൻ കൊണ്ടുവരുന്നുണ്ട്, മസാല ഒക്കെ ഉണ്ടാക്കി വെച്ചോ, പിന്നെ വന്നാൽ പിന്നെ പൈച്ചുകൊണ്ടൊക്കെ അല്ലേ കറി വരിക. അപ്പോൾ പിന്നെ മസാല തേച്ച് വെച്ചാൽ ഉണ്ടെങ്കിൽ നമുക്ക് വേഗം അതിലിട്ടാണ് പൊരിച്ചാൽ മതിയല്ലേ കഴിക്കാണ്ടെന്ന് വിചാരിച്ചാണ് ഞാൻ മസാല ഒക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ കുട്ടികൾക്ക് ഇതാ ഞാൻ മുട്ടൊക്കെ നല്ല പൊരിച്ചാണ്ട് അവർക്ക് മീനിലേറെ ഇഷ്ടം മുട്ട കഴിക്കാറ്. അപ്പോൾ ഇതാ മസാല തേച്ച് പിടിപ്പിച്ചില്ല, മസാല ഉണ്ടാക്കി വെക്കാനിട്ട് ഞാനിവിടെ മീനിക്കുള്ള. അങ്ങനെ ഒരു 1:30 ആയപ്പോഴാണ് പിന്നെ ബോട്ട് മീനും കൊണ്ട് അവിടെ വന്നിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ സുതമീൻ എന്നെ കൊണ്ടുവന്ന് ഇപ്പോൾ മീനൊക്കെ കൊണ്ടുവന്ന് മുറിച്ചുണ്ടാക്കാനാവില്ല എന്ന് വിചാരിച്ചിട്ട് നല്ല കണ്ടം വെട്ടി കൊടുത്ത മീൻ തന്നെയാണ് കേട്ടോ കൊണ്ടുവന്നത്. അപ്പം ഇനിയിപ്പോൾ ഞാൻ ഈ മീനൊക്കെ നല്ലോണം കഴുകിയെന്നാക്കട്ടെ. എന്നിട്ട് വേണം നമുക്ക് മസാലയൊക്കെ ഇട്ട് കൊടുത്താണ് മസാല തേച്ച് പിടിപ്പിച്ചെടുത്താണ്ട് നോക്കിയൊന്നും നിൽക്കണ്ട. നമുക്ക് വേഗം ചട്ടിക്കാണ്ട് ഇട്ട് കൊടുത്താണ്ട് പൊരിച്ചങ്ങോട്ട് എടുക്കുക. സമയം ഒരുപാടായും ചെയ്തിട്ടുണ്ടല്ലോ. അങ്ങനെ പാട്ടി വന്നാണ്ട് മീനും കച്ചിട്ട് വന്നാണ്ട് പിന്നെ വേഗം നിസ്കരിച്ചാൽ വേണ്ടിയിട്ട് അങ്ങോട്ട് ഒരുങ്ങിക്കാണ്ടോ. നിസ്കരിച്ച് വരുമ്പോഴത്തേന് നമുക്ക് ചോറൊക്കെ എടുത്ത് വെച്ച് കൊടുക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ വിശേഷങ്ങൾ ഇത്രയൊക്കെ തന്നെയാണ് കേട്ടോ ഞാൻ ഉൾപ്പെടുത്തിയത്. പുതിയ വീഡിയോയും വിശേഷങ്ങളൊക്കെ ആയിട്ട് വീണ്ടും കാണാം കേട്ടോ. അസ്സലാമു അലൈക്കും.